നമസ്കാരം. നമ്മുടെ ഒരു നിയമസഭാ സാമാജിക, കേരളത്തിൽ അറിയപ്പെടുന്ന നിയമസഭാ സാമാജികനായിരുന്ന പി.ടി. തോമസിൻ്റെ പത്നിയായ ഉമാ തോമസ് ഇന്നലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ മുകളിലെ പവലിയനിൽ നിന്നും താഴേക്ക് വീഴുന്ന കാഴ്ച അതീവ ദാരുണമായിരുന്നു. സിനിമാ താരം ദിവ്യ ഉണ്ണി ഉൾപ്പെടെയുള്ള ഏതാണ്ട് 12,000 കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു നൃത്തച്ചടങ്ങിൻ്റെ ഉദ്ഘാടന വേദിയിൽ സംബന്ധിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു ഉമാ തോമസ്. ഉമാ തോമസ് ഈ ചടങ്ങിനെത്തിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനെ അഭിവാദ്യം ചെയ്തതിന് ശേഷം തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങുമ്പോഴാണ് കാൽ തെറ്റി ഏതാണ്ട് 15 അടിയോളം താഴേക്ക് പതിച്ചത്. വളരെ ദയനീയമായൊരു വീഴ്ച തന്നെയായിരുന്നു ഉമാ തോമസിൻ്റേത്. 15 അടി താഴ്ചയിലേക്ക് വീണ ഉമാ തോമസിന് സാരമായ പരിക്കുകളാണ് പറ്റിയത്. അവരുടെ വാരിയെല്ലിന് പൊട്ടൽ സംഭവിച്ചു. അത് ശ്വാസകോശത്തിലേക്ക് തുളഞ്ഞു കയറി അവിടെ രക്തം കട്ട പിടിച്ചിരിക്കുന്നു. മുഖം താഴെ കരിങ്കൽ തറയിൽ അടിച്ചു വീണതിനാലാവാം മുഖത്ത് പരിക്കുകളുണ്ട്, സാരമായ പരിക്കുകളുണ്ട്. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കഴിയുന്നത്. 24 മണിക്കൂറിന് ശേഷം എന്തെങ്കിലും പറയാനാവൂ എന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറായ ജയകുമാർ ഉൾപ്പെടെയുള്ള ഒരു പറ്റം വിദഗ്ധരായ ഡോക്ടർമാരുടെ മെഡിക്കൽ ബോർഡിൻ്റെ അറിയിപ്പ് ഇങ്ങനെ തന്നെയാണ്. എന്നാൽ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാവുന്ന എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും അവർ ചെയ്യുന്നുണ്ട്. പാലാരിവട്ടം റിനൈ മെഡിസിറ്റിയിലാണ് ഇപ്പോൾ ഉമാ തോമസ് ഉള്ളത്. വളരെ ദാരുണമായ ഈ സംഭവം കേരളത്തെ നടുക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. എത്രയും പെട്ടെന്ന് ഉമാ തോമസ് ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് മടങ്ങട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. എന്നാൽ ഇത്തരം ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിൽ അവർ കൂടി പങ്കെടുക്കുന്ന 12,000 നർത്തകികളെ ഉൾപ്പെടുത്തി ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട് എന്ന് എന്തുകൊണ്ടാണ് സംഘാടകർ മനസ്സിലാക്കാതെ പോയത്? ചുരുങ്ങിയത് 50,000 പേരെങ്കിലും വന്നു കഴിഞ്ഞാൽ പോലും അവരെ നിയന്ത്രിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ട വലിയൊരു ചടങ്ങ് തന്നെയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും കേരളത്തിലെ നിയമസഭാ സാമാജികയായ, അതായത് സ്ഥലം MLA കൂടിയായ ഉമാ തോമസ് എല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ഇത്രത്തോളം ദുർബലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ കേരളീയ മനസ്സിനെ ഞെട്ടിക്കുന്നത്, കേരളീയ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത്. ഉമാ തോമസ് മന്ത്രിയെ അഭിവാദ്യം ചെയ്തതിന് ശേഷം തൻ്റെ സീറ്റിലേക്ക് മടങ്ങുമ്പോഴാണ് മുകളിൽ കെട്ടിയുയർത്തിയ പവലിയനിൽ നിന്ന് താഴേക്ക് പതിക്കുന്നത്. എന്നാൽ അവർ താഴേക്ക് പതിക്കുമ്പോൾ ബാരിക്കേഡിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാരിക്കേഡ് റിബൺ കെട്ടി മറച്ച നിലയിലായിരുന്നു. എത്രത്തോളം അനാസ്ഥയാണ് സംഘാടക സമിതി ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥലം MLA ആയ ഉമാ തോമസിനെ പോലെയുള്ള VIP-കൾക്ക് ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് നമ്മുടെ പോലീസും സംഘാടക സമിതിയും നഗരസഭയും ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ വലിയ ഗുരുതരമായ പാളിച്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപകടം ഉണ്ടായതിനു ശേഷം ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും നമ്മൾ തത്സമയം മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞതാണ്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും MLA ഉമാ തോമസും ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയും അടങ്ങുന്ന പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായതിനാൽ ധാരാളം മാധ്യമപ്രവർത്തകർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ആരോ മുകളിൽ നിന്ന് വീണു എന്ന് കേട്ടിട്ട് മാധ്യമപ്രവർത്തകർ തത്സമയം അങ്ങോട്ടേക്ക് ക്യാമറയുമായി എത്തുമ്പോഴാണ് വീണ് കിടക്കുന്നത് ഉമാ തോമസ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. എവിടെയായിരുന്നു നമ്മുടെ സുരക്ഷാ സന്നാഹങ്ങളെല്ലാം? സുരക്ഷ ഏർപ്പെടുത്തിയതിൽ അതീവ ഗുരുതരമായ വീഴ്ച പറ്റിയിരിക്കുന്നു. മുകളിൽ പ്ലാറ്റ്ഫോം കെട്ടിയുയർത്തിയപ്പോൾ അതിന് കൃത്യമായ രീതിയിൽ മുളകൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ ബലപ്പെടുത്തുന്ന ബന്ധവസായ മറ്റേതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ ബാരിക്കേഡുകൾ കെട്ടി ഉയർത്തിയിട്ടുണ്ടായിരുന്നില്ല, മറച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഉമാ തോമസ് കാൽവഴുതി താഴേക്ക് വീഴാൻ കാരണം എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഉമാ തോമസ് താഴെ വീണതിന് ശേഷം അവരെ കൊണ്ടുപോകാൻ ഒരു ആംബുലൻസ് വരുമ്പോൾ അതിൽ കൃത്യമായ രീതിയിൽ ഒരു സ്ട്രെച്ചർ പോലും നമ്മൾ കണ്ടില്ല. വാരി വലിച്ച് അവരെ ആരൊക്കെയോ ചേർന്ന് ആംബുലൻസിലേക്ക് കയറ്റുന്ന ദൃശ്യമാണ് കണ്ടത്. ഒരാൾ താഴെ വീണ് കിടക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ എല്ലിന് പൊട്ടുണ്ടെങ്കിൽ, അതായത് ഒടിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആളെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം സുരക്ഷാ സന്നാഹങ്ങൾ, അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ പഠിച്ച ആളുകൾ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അഥവാ അത്തരത്തിൽ യാതൊരു തരത്തിലും പരിശീലനം കിട്ടാത്ത, കൃത്യമായ റെസ്ക്യൂ പരിശീലനം കിട്ടാത്ത ആളുകളാണ് കയ്യോ കാലോ അല്ലെങ്കിൽ നട്ടലിനോ ക്ഷതമുള്ള ആളുകളെ ഇത്തരത്തിൽ വാരി വലിച്ച് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അത് തന്നെ ഒരുപക്ഷെ അവരുടെ ജീവന് ഹാനിയായേക്കാം എന്നാണ്
വൈദ്യശാസ്ത്രം പറയുന്നത്. ഉമാ തോമസിന്റെ കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ഡോക്ടർമാർ പറയുമ്പോഴേ അറിയാൻ സാധിക്കൂ. എന്തായാലും ഉമാ തോമസിന്റെ നട്ടെല്ലിന് പൊട്ടുണ്ട് എന്നാണ് ഇന്നലെ മെഡിക്കൽ ബുള്ളറ്റിനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അവരുടെ വാരിയെല്ല് ഒടിഞ്ഞ് അവരുടെ ശ്വാസകോശത്തിൽ കയറിയതിൻ്റെ പേരിൽ ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്നു. മുഖത്ത് മുറിവുകളുണ്ട്. അതുപോലെ തന്നെ മൂക്ക് എല്ലിനെല്ലാം പൊട്ടുണ്ട് എന്നാണ് ഇന്നലെ ഡോക്ടർമാർ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ ഉമാ തോമസിന് അപകടം പറ്റിയത് കൃത്യമായ സുരക്ഷാ വീഴ്ചയാണ് എന്ന് കണ്ടെത്താൻ സാധിക്കും. പോലീസിനും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ട്, നഗരസഭ അധികൃതർക്കും വീഴ്ചയുണ്ട്, സംഘാടക സമിതിക്കും വീഴ്ചയുണ്ട്. മന്ത്രിതലത്തിലുള്ള ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു ചടങ്ങിന് ഇത്രത്തോളം ദൗർബല്യമായ രീതിയിൽ, ദുർബലമായ രീതിയിലാണ് ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് എങ്കിൽ എന്താണ് ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രസക്തി? ഇവിടെയാണ് മറ്റൊരു കാര്യം എടുത്തു ചോദിക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംബന്ധിക്കുന്ന ഒരു ചടങ്ങായിരുന്നു എങ്കിൽ പോലീസ് ഇത്രത്തോളം അനാസ്ഥ ഈ വിഷയത്തിൽ കാണിക്കുമായിരുന്നോ എന്നുള്ളതാണ് ആദ്യം എടുത്തു ചോദിക്കേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിനല്ലാതെ മറ്റാർക്കും ആ റോഡിലൂടെ കടന്നു പോകാൻ പോലീസ് അനുവദിക്കാറില്ല. റോഡിൻ്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ കെട്ടി ഉയർത്തിക്കൊണ്ട് തന്നെയായിരിക്കും വഴിയാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ മുടക്കിക്കൊണ്ട് തന്നെയായിരിക്കും പിണറായി വിജയന്റെ യാത്ര പോലീസ് ഒരുക്കുക, യാത്രാ സുരക്ഷ ഒരുക്കുക. പോലീസ് വാഹനങ്ങൾ അകമ്പടിയായി മുന്നിലും പിന്നിലും ഉണ്ടാകും, ആംബുലൻസ് ഉണ്ടാകും, വിദഗ്ധ ഡോക്ടർമാരുടെ വൈദ്യസംഘം ഉണ്ടാകും, മൊബൈൽ ജാമർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടിയായിരിക്കും പിണറായി വിജയന്റെ യാത്ര. അഥവാ പിണറായി വിജയൻ പങ്കെടുക്കുന്ന ചടങ്ങിലായാലും ഇതൊക്കെ തന്നെയായിരിക്കും. ഇത്രത്തോളം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും. ഇവിടെ 12,000 ആളുകൾ നർത്തകന്മാർ ഒത്തുകൂടുന്ന ഒരു സംഭവം നടക്കുമ്പോൾ, ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള എന്ത് സുരക്ഷാ വീഴ്ചയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാതെ പോലീസും സുരക്ഷാ സംവിധാനങ്ങളും അമ്പെ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഉമാ തോമസിനുണ്ടായ അപകടത്തിന് സംഘാടക സമിതിയും കേരള പോലീസും നഗരസഭയും തന്നെയാണ് പ്രതികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും പിണറായി വിജയനാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ഉദ്യോഗസ്ഥരെല്ലാവരും സസ്പെൻഷനിലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. എന്തായാലും ഇത്രത്തോളം ഗൗരവതരമല്ലാത്ത രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി 12,000 പേർ വേദിയിലേക്ക് എത്തുമ്പോൾ കലാകാരന്മാരായി മാത്രമാണ് 12,000 പേർ. അത് പരിപാടി കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ലക്ഷക്കണക്കിനോ 50,000 അതിലോ അധികമോ ആയിരിക്കും. പരിപാടി കാണാൻ എത്തിയിരിക്കുന്നത് 50,000 അതിലധികമോ ആളുകളായിരിക്കും. ഇത്രയും വലിയ ജനക്കൂട്ടം എത്തുന്ന ഒരു ചടങ്ങിൽ സാധാരണ രീതിയിൽ ഏർപ്പെടുത്തേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ പോലീസ് കൈക്കൊണ്ടിട്ടില്ല. VIP-കൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തേണ്ടത്? രക്ഷാപ്രവർത്തനത്തിന് കൃത്യമായ റെസ്ക്യൂ പരിശീലനം കിട്ടിയ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഉമാ തോമസിനെ വലിച്ചുവാരി വണ്ടിയിൽ കയറ്റുന്ന ദൃശ്യം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഒരു ആംബുലൻസിലേക്ക് സ്ട്രെച്ചർ പോലും ഉപയോഗിക്കാതെ അവർ കയറ്റുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇങ്ങനെ അവർ വണ്ടിയിലേക്ക് കയറ്റുന്ന അവസരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായ മറ്റു പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും പോലീസിൻ്റെയും നഗരസഭയുടെയും സംഘാടകരുടെയും കൃത്യവിലോപം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉമാ തോമസിന് പരിക്ക് പറ്റിയെങ്കിലും നേരത്തെ നിശ്ചയിച്ചിരുന്ന രീതിയിൽ തന്നെ 12,000 പേർ പങ്കെടുക്കുന്ന, 12,000 നർത്തകർ പങ്കെടുക്കുന്ന പരിപാടി അവിടെ നടക്കുകയുണ്ടായി. വളരെ മാസങ്ങളോളം തന്നെ പരിശീലനം കഴിഞ്ഞിട്ട് എത്തുന്ന ആ പരിപാടികൾ ഉമാ തോമസിന്റെ അപകടത്തെ തുടർന്ന് മാറ്റിവെക്കണം എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങൾക്കുമില്ല. എന്നാൽ എങ്ങനെയായാലും എന്തൊക്കെയായാലും ആർക്കൊക്കെ എന്ത് സംഭവിച്ചാലും നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടക്കും എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആർക്കെന്ത് സംഭവിച്ചാലും ലോകം വീണ്ടും ഉരുണ്ടുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ ചലനത്തെ നിയന്ത്രിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും സംഘടിപ്പിക്കുമ്പോൾ സംഘാടകരും നഗരസഭയും അല്ലെങ്കിൽ തദ്ദേശീയ സ്ഥാപനം ഏതാണ് എന്ന് വെച്ചാൽ അവരും സർക്കാരും പോലീസും സുരക്ഷാ സേനയുമെല്ലാം കൃത്യമായ രീതിയിൽ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിൽ ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ വിഷയത്തിൽ ഉമാ തോമസ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉമാ തോമസിൻ്റെ ഭർത്താവായിരുന്ന PT തോമസ് MLAക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നൊരു സിനിമാ ഗാനമുണ്ട്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് PT തോമസ് എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി കേട്ടിരുന്നൊരു ഗാനമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗാനം തന്നെയാണ്. ആ ഗാനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കും കേൾപ്പിച്ചിരുന്നത്. ആ ഗാനത്തിൻ്റെ വരികൾ അത്രത്തോളം അർത്ഥവത്ത് തന്നെയാണ്. ആ വരികൾ തന്നെ കടം കൊണ്ടുകൊണ്ട് പറയട്ടെ, ഉമാ തോമസിന് ഇനിയൊരു ജീവിതം കൂടി
ഈശ്വരൻ കൽപ്പിച്ച് നൽകട്ടെ, അവർ സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ കേരള സർക്കാരും പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും സംഘാടക സമിതിയും നഗരസഭയും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും എവിടെയായാലും ആർക്കും ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം.